ഭക്ഷ്യസുരക്ഷാ നിയമങ്ങൾ കർശനമാക്കി നടപ്പിലാക്കാൻ പോവുകയാണ് സൗദി. ഫുഡ് ആൻഡ് ഡ്രഗ് ജനറൽ അതോറിറ്റിയാണ് ഈ നടപടികൾക്ക് നേതൃത്വം നൽകുന്നത്. പ്രധാനമായും മായം ചേർത്ത ഭക്ഷണങ്ങൾ വിൽക്കുക, കാലാവധി കഴിഞ്ഞ ഭക്ഷണങ്ങൾ വിൽക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് വലിയ പിഴ തന്നെ ചുമത്തും. ഏകദേശം 1 മില്യൺ റിയാൽ വരെ പിഴ ചുമത്തുമെന്നാണ് പുതിയ നിയമത്തിൽ പറയുന്നത്. 2024 സെപ്റ്റംബർ 15 വരെ പൊതുജനങ്ങളുടെ അഭിപ്രായം ഒരു സർവേ നടപ്പിലാക്കിക്കൊണ്ടാണ് ഈ തീരുമാനം നടപ്പിൽ വരുത്തുക. അതിനായിട്ടുള്ള സർവേ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സൗദിയിൽ ഇനി ഇതാ വേട്ടക്കാലമാണ്. അനുവദനീയമായിട്ടുള്ള പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ വേട്ടയാടാൻ ഈ ഒരു കാലയളവിൽ സാധിക്കും. നാഷണൽ സെന്റർ ഫോർ വൈൽഡ് ലൈഫ് അറിയിക്കുന്നത് പ്രകാരം 2024 സെപ്റ്റംബർ 1 മുതൽ 2025 ജനുവരി 1 വരെ നീണ്ട 5 മാസമാണ് ഈ കാലയളവുള്ളത്. ഈ ഒരു കാലയളവിൽ അതോറിറ്റിയുടെ നിബന്ധനകളോട് കൂടിയിട്ട് പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ വേട്ടയാടാൻ സാധിക്കും. NCWന്റെ വെബ്സൈറ്റിൽ അനുവദനീയമായിട്ടുള്ള പക്ഷികളുടെയും മൃഗങ്ങളെയും ഒക്കെ ലിസ്റ്റ് നൽകിയിട്ടുണ്ട്. അതിൽ വംശനാശം നേരിടുന്ന പക്ഷിമൃഗാദികളൊന്നും വേട്ടയാടാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ചില പ്രത്യേക സ്ഥലങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഈ NCWന്റെ ലിസ്റ്റിൽ തരം തിരിച്ചിട്ടുണ്ട് വേട്ടയാടേണ്ട പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ. അതിൽ പറയുന്നവയെ മാത്രമാണ് ഈ ഒരു കാര്യത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്നത്. സൗദി ഫാൽക്കൺ ക്ലബിൽ ലൈസൻസ് ഉള്ള ഷോട്ട് ഗണ്ണുകളോ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത ഫാൽക്കണുകളോ ഉള്ളവർക്കാണ് ഫിത്രി പ്ലാറ്റ്ഫോമിൽ ഇതിനായിട്ട് പെർമിറ്റ് എടുത്ത ശേഷം വേട്ടയാടാൻ സാധിക്കുക. സൗദിയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇന്ന് 2024 സെപ്റ്റംബർ 3 മുതൽ മഴയ്ക്ക് സാധ്യതയുള്ളതായിട്ട് വീണ്ടും കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ബഹ്റ, അൽക്കാമിൽ, കുലൈസ് തുടങ്ങിയ പ്രദേശങ്ങളിലാണ്. ഈ പ്രദേശങ്ങളിൽ സ്കൂളുകൾക്ക് ഇന്ന് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വിവിധ പ്രദേശങ്ങളിൽ മഴയിൽ വലിയ നാശനഷ്ടം ഉണ്ടായതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. റോഡുകൾ തകർന്നു, വാഹനങ്ങൾക്ക് കേടുപാടുകൾ പറ്റുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. മക്കയുടെ വിവിധ ഏരിയയിലും കഴിഞ്ഞ ദിവസങ്ങളിൽ വീശിയ കാറ്റിൽ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായിട്ടും റിപ്പോർട്ടുണ്ട്. എന്തായാലും മഴ സാധ്യത പറയുന്ന ഈ പ്രദേശങ്ങളിൽ ജാഗ്രത പാലിക്കാൻ വേണ്ടിയിട്ടും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്.